ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത. പിന്നെ ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങൾ ഇത്രയും കാലം എന്നല്ല, എന്നാലും ഞങ്ങൾക്കത് അത്യാവശ്യം നല്ല രീതിയിൽ നടത്തണം എന്ന് വിചാരിച്ചൊരു ദിവസമാണെന്ന്. എന്താണെന്നുള്ളതൊക്കെ അങ്ങ് വഴിയെ കാണാം. ഞങ്ങളൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ ഒരുക്കങ്ങളാണ്. ചേച്ചി വന്നിട്ടുണ്ട്, ഏട്ടനുണ്ട്, ഉണ്ണിയുണ്ട്. ഞങ്ങളെല്ലാവരും അതിൻ്റെ ഓരോ ഡെക്കറേഷൻ പരിപാടികളിലാണ്. പിന്നെ അല്ലാണ്ട് പന്തലിടാൻ ആൾ വന്നിട്ടുണ്ട്. ചെറിയൊരു പരിപാടി കേട്ടോ, അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഏതായാലും മഴയ്ക്കല്ലേ, അതുകൊണ്ടൊന്നും ഒരു പന്തലൊക്കെ എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ചെറിയൊരു ഡെക്കറേഷൻ ഞങ്ങൾ തന്നെ ചെയ്തതാണ്. അങ്ങനെ ആരും വന്ന് ചെയ്യുമോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ചെറിയൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ടാണ് അതപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് കാണാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ല പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയുണ്ട്, ഒരു ഹായ് പറയുമോ? ഇവിടെയാണ് ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്ന സ്ഥലം. ഇതാ ഏകദേശമൊക്കെ സെറ്റാക്കിക്കഴിഞ്ഞ് ഞാനും ഏട്ടനും ഉണ്ണിയതാ ഉള്ളിന്ന് കളിക്കുന്ന. ഹായ്. ഇതാ അങ്ങനെ ഞങ്ങളെ തട്ടിക്കൂട്ട് ഒരു ഡെക്കറേഷൻ പരിപാടി കഴിഞ്ഞ്, പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി താഴത്ത് പന്തലിടാൻ ആൾ വന്നിട്ടുണ്ട്. അങ്ങനെ വലിയ പരിപാടിയൊന്നുമല്ല, ഒരു ചെറിയ പരിപാടിയാണ്. ചെറിയൊരു പന്തലിടലാണ്. അന്നേരം ഞാൻ റെഡി ആവാൻ വേണ്ടി പോവാണ്. അവിടെ എല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് മഴയൊക്കെ എടുത്തിട്ട് നടക്കണ്ടേ? നാലാൾക്കാർ വരുന്ന പരിപാടിയല്ലേ, മോശമല്ലേ? അതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്ന് റെഡി ആട്ടെ. ഇതുവരെ ഞാൻ കാര്യം എന്താ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. എന്താ വെച്ചാൽ അച്ഛൻ ഇന്ന് റിട്ടയർ ആവുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഇന്ന് അച്ഛൻ്റെ പിറന്നാളും കൂടിയാണ്. അപ്പം രണ്ടും കൂടി ഒരുമിച്ച് പരിപാടി, ഒരു ചെറിയൊരു പരിപാടി നടത്താമല്ലോ വിചാരിച്ച്. എന്തായാലും അച്ഛൻ റിട്ടയർഡ് ആവുന്ന സമയത്ത് അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ വീട്ടിൽ കൊണ്ടുവിടും. അങ്ങനെയാണല്ലോ പൊതുവേ, എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, പറഞ്ഞ് കേൾക്കുന്നതാണ്. അന്നപ്പം അതിനിപ്പം ആൾക്കാർ അവിടെ നിന്ന് അച്ഛൻ ഇറങ്ങിയിട്ടില്ല. പിന്നെ പക്ഷേ ഇവിടെ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരോടും വന്നു കഴിഞ്ഞ് തിരക്കിൽ ഒന്നിനും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് പോയി ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ചെറുതായിട്ടൊന്ന് മാറ്റി വരാം. ഓക്കെ, എന്നിട്ട് മാറ്റിയിട്ട് പിന്നെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് വാങ്ങിക്കാനുണ്ട്, പിന്നെ അല്ലറ ചില്ലറ പരിപാടി ഉണ്ട്. അപ്പം ഞാനും ഏട്ടനോട് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ബാക്കി കാണാം. ഓക്കെ. ഞങ്ങളിവിടെ ഫുഡ് വാങ്ങിക്കാൻ വന്നു. അല്ല, ഫുഡല്ല, ചപ്പാത്തി വെള്ളപ്പം ഓർഡർ കൊടുത്തിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇനി ഇതെടുത്ത് തിരിച്ചു പോകുമ്പം കേക്ക് കൊടുക്കണം. ഏട്ടൻ അത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഏട്ടൻ കേക്ക് എടുക്കാൻ പോയതാണ്. ഏട്ടനും ഉണ്ണിയോടെ ഞാൻ ഇവിടെ കാറിൽ തന്നെ കുത്തിരിക്കുകയാണ്. ഇനി ഇതോടെ കേക്കോടെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ സെറ്റായി.
ചെറിയൊരു മഴേൻ്റെ ഇതുണ്ട്. എന്തായാലും ഞങ്ങളെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒന്ന് മഴ പെയ്താ കുഞ്ഞതാ വരുന്ന ഞാൻ കണ്ടത് കേട്ടോ. നിങ്ങളൊന്നും ഇതാണ് കേക്ക്. ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്തൊക്കെ ആൾക്കാർ വന്ന് ഉണ്ണി തവർന്ന് ഒരു ഹായ് ഫാർമ. പക്ഷേ കുഞ്ഞാപ്പി നല്ല ഉറക്കത്തിലാണ്. അമ്മ ഒരു വന്നു. അതൊക്കെ ഞാൻ കാണുന്നു. അച്ഛൻ്റെ ഫ്രണ്ട്സാ. ഇല്ല, വോയിസ് ഞാൻ ഒഴിവാക്കും. വോയിസ് ഒഴിവാക്കും ഞാൻ. അതാ ഞാൻ നോക്കുന്നത്. ഇതേ ഉള്ളൂ. അല്ല, വേക്കുന്ന അത് ഇറങ്ങുന്നു. രജിഷേട്ടൻ എവിടെ? അതാ അല്ല, അമ്മ ചോദിച്ചത്. ഓ, നിങ്ങളെന്ത് വെറുതെ ആക്കണം വെറുതെ. ഞാൻ ഇന്ന് അതിൽ കത്തിക്കും. ഇരിക്കുന്നറിയത് നമ്മളൊക്കെ വാങ്ങിയിട്ട് അത് പുറത്തായിരിക്കും. ഒക്കെ പണ്ടാട്ട് മത്സരം. ഫോണ് ഇതെന്താടി പേപ്പറാ? അതാണ് പ്രശ്നം. ഇതാണ് ഒന്ന്. ഇത് നേരത്തെ വയ്ക്കുന്നെങ്കിലേ ഉള്ളൂ.
അല്ല മാമ ഓല് വന്നിട്ടാണോ വിളമ്പ്? ആ ആ ഒരു ഫോട്ടോ എടുക്കാനായിരുന്നു ചെറുപ്പിക്കാൻ ആരിത്? അപ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാരും പോയി. ഇപ്പൊ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാരും പോയി. പരിപാടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടന്നു. അച്ഛൻ നല്ല ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു അച്ഛന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തോന്നുന്നത്. അച്ഛന്റെ ഒരു ബർത്ത്ഡേ ആദ്യമായിട്ട് ആഘോഷിക്കുന്നത്. ഇതിപ്പോ പിറന്നാളായതുകൊണ്ട് മാത്രമല്ല കേട്ടോ, കൂടെ അച്ഛന്റെ റിട്ടയർമെന്റും കൂടി അന്നാണ്. അതുകൊണ്ടാണ് ചെറിയൊരു പരിപാടി. കാരണം ഞങ്ങളിങ്ങനെ പരിപാടി ആഘോഷിക്കുന്ന ആൾക്കാരൊന്നുമില്ല. അച്ഛൻ നല്ല ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ അച്ഛനെ കുറെ ഫ്രണ്ട്സ് വന്ന് എല്ലാവരും സംസാരിച്ച്. അപ്പോൾ ഈ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടിയത് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഫുള്ള് എടുക്കാനുള്ള സമയം കിട്ടിയില്ല. കാരണം ആള് വരുമ്പോൾ ഓരോരുത്തർ പോയി സംസാരിക്കൊക്കെ വേണമല്ലോ. അപ്പം ആ വരുന്നതിൻ്റെയൊക്കെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ബൈ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെന്തല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.